ദേ നമ്മൾ ട്രെയിൻ വരുന്നു, ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ മെട്രോ. മെട്രോ ദേ എത്തി. മെട്രോ അറൈവ്ഡ്. ഓക്കെ, അകത്തേക്ക് പ്രവേശിക്കും. എല്ലാവരും ഇറങ്ങണവരെ നമ്മൾ കാത്തിരിക്കണം കേട്ടോ. എന്നിട്ട് വേണം. മെട്രോയിൽ ആൾക്കാരൊക്കെ ഇറങ്ങി, നമ്മളെന്തായാലും കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകേണ്ടത് ഇറ്റോലി. ജനങ്ങൾ നല്ല തിരക്കുണ്ട്. ഇത് സിംഗിൾ ക്യാബിനാണ്, വെബ് ക്യാബിനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇബ്ർ ഹക്കീം എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇബ്ർ ഹക്കീം. ഇവിടെ നിന്ന് ഈഫലിലേക്ക് ടൂർ. അപ്പൊ നമുക്ക് ഈഫൽ ടവറിലേക്ക് പോകാം കേട്ടോ. ഇവിടെ ഇറങ്ങി ഇവിടുന്ന് 5 minutes ആണ് വാക്കിംഗ് ഈഫൽ ടവറിലേക്ക്. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. കാലാവസ്ഥ നല്ല തണുപ്പാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈഫൽ ടവറിലേക്കുള്ള എക്സിറ്റ്. അപ്പം ഞാൻ ആ എക്സിറ്റ് കണക്കാക്കി ഇങ്ങനെ പോവുകയാണ്. ദിസ് വേ. ഈഫൽ ടവറിന്റെ അവന്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല, കറുപ്പൻ. ഇവിടെയൊക്കെ സുവനീർ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈഫൽ ടവർ. അതെ, ഈഫൽ ടവർ ഇങ്ങോട്ടാണ്. ഇതെല്ലാം ഇവിടെ എല്ലാം ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇതൊക്കെ നിറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. ഇവിടെയൊക്കെ നടത്തുന്ന കടകൾ നടത്തുന്നത് വിദേശികളാണ് കേട്ടോ. ഇവിടെ ഒത്തിരി മലയാളീസ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ നടത്തുന്നു. അപ്പം എന്തായാലും നമ്മൾ ഈഫൽ ടവർ കാണാനുള്ള മോഹവുമായി വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അത് കാണാൻ ഇങ്ങനെ പോകണം. പട്ടി ഇവിടുത്തെ ഒരു വലിയ സംഭവമാണ്. ആ പട്ടിയുടെ വലിപ്പം കണ്ട, അടിപൊളി പട്ടി. ഓ ദേ എക്സൈറ്റഡ്. ഇതാണ് ഈഫൽ ടവർ. കുറച്ച് ക്ലോസ് ആയിട്ട് കാണിക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ ഈഫൽ ടവറിൽ എത്തിയിരിക്കുകയാണ്. കാലാവസ്ഥ ശരിയല്ല, അത് കാരണം നമ്മൾ ആ ടവറിൽ കയറിയാലും നമുക്കൊന്നും കാണാൻ പറ്റില്ല. നമ്മളെ കുട്ടികളോട് നിൽപ്പുണ്ട് 2 പേര്. ഈഫൽ ടവറിന്റെ തൊട്ട് താഴെയാണുള്ളത്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈഫൽ ടവർ. കണ്ടല്ലോ, അവിടെ നല്ല പ്രകാശം ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് കാരണമാണ് ഒരു നൂല് പോലെ കാണുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം. അടുത്ത് പോയാൽ ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ആരോടെങ്കിലും പറഞ്ഞിട്ട് ഈഫലിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഈഫൽ ടവറിൽ എത്താൻ പറ്റി. ഓക്കെ ഇന്ത്യ. അപ്പോ നമ്മള് ഈഫൽ ടവറിന്റെ തൊട്ടടുത്താണുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ വരുമ്പോ ഈഫൽ ടവറിന്റെ തൊട്ട് മുമ്പിൽ അവര് ഗെയിം കളിക്കുന്നുണ്ട്. ഗ്ലാസിനകത്ത് ഒരു ബോൾ വെച്ചിട്ട് അതിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് സ്പീഡിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ അടുത്ത് പൈസ വാങ്ങിക്കും. അതൊരു ടീമാണ് കേട്ടോ. ഒരു ടീമായിട്ട് അവിടെ കളിക്കുകയാണ്. അത് നമ്മളതിനകത്ത് വെച്ചാൽ പൈസ പോകും. മറ്റേ അവരുടെ ആൾക്കാർ ഇങ്ങനെ വെക്കുന്നുണ്ട്, അവരതിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട്. ഇതൊക്കെ മലയാളികളാണ് കേട്ടോ. ഇപ്പൊ ഈ പോകുന്നതെല്ലാം മലയാളീസാ.
ഏവര് ടീമാണ്, ഫുൾ ഫുൾ ടീമായിട്ടാണ് കളിക്കുന്നത്. നോ വീഡിയോ എന്നാണ് പറയുന്നത്, വീഡിയോ എടുക്കാൻ പാടില്ല. അത് പക്ഷെ ഇവരവിടെ മൊത്തം കളിക്കുക, ഇവരുടെ കളിയാണ് കേട്ടാ. നമ്മുടെ പൈസ എടുത്ത് കൊടുത്താൽ പോയി. അത് അവന്മാർ നമുക്ക് പൈസ തരും ഇങ്ങോട്ട്, ഇതൊന്ന് ഇത്രയൊന്നും പറഞ്ഞിട്ട്. പക്ഷേ പൈസ എങ്ങനെ കൊടുത്ത് നമ്മൾ ഇത് ഗെയിം കളിച്ചാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് പോകാനും പറ്റില്ല, അത് അവിടെ നിന്ന് എടുക്കാനുമില്ല. ഹൗ മച്ച്? 5. All same? Okay, then I will come back. ഇവിടെ അടുത്ത പറ്റി പോകണ്ട. ഇതൊക്കെ മൊത്തം അവരുടെ ടീമാണ്, ഇത് മൊത്തം അവരുടെ ടീമാണ്, ഫുള്ള് ടീമുകളാ. എവിടെയും ടൂറിസ്റ്റ് ബസ് ഉണ്ട്, സിറ്റി ടൂർ കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാൻ ആ സിറ്റി ടൂറിന്റെ ബസ്സിൽ പോകുമെന്ന് തോന്നുന്നു. ഹോപ്പ് ഓൺ ഹോഫ്, ഇത് ഇറ്റാലിയിലുള്ള അതേ കമ്പനിയാണ് കേട്ടോ ഇവിടെ ടൂർ ബസ് നടത്തുന്നത്. ഇതേവരുടെ ടീം മാത്രമേ ഉള്ളൂ കേട്ടോ. നോ 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 ദേർ. ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അവർക്ക്. നടന്ന് അവിടേക്ക് പോവാം. എന്താടാ പ്രോബ്ലം? അതിനെന്ത് പ്രശ്നം? കറുപ്പന്മാർക്ക് ഇവിടെ സകല പേർക്കും പ്രശ്നമാണ് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. എല്ലാം ഇല്ലീഗൽ ആൾക്കാരാണല്ലോ, അതുകൊണ്ടാണ് ഇവർക്കെല്ലാം പ്രശ്നം. ഫുൾ ടീം ഇല്ലീഗലാ. നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ഈഫൽ ടവറിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കണ്ടോ, ഇത്രയും ദൂരം നമ്മൾ കണ്ടിരുന്നുണ്ടെങ്കിലും ഇവിടെ കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഇതേ ഫുള്ള് ഉഡായ്പ ടീമുകൾ ഈ ഏരിയ ഫുള്ളായിട്ട്. ഇതൊരു ചെറിയ കഫ്തേരിയാണ് ശരിക്കും. ഇവിടെയും പഴം വരയ്ക്കുന്ന ടീംസൊക്കെ ഉണ്ട് കേട്ടോ, വരച്ചു കൊടുക്കുന്ന ടീമുകളൊക്കെ. ഞാനിങ്ങനെ ഈഫൽ ടവറിനോട് അടുത്തോണ്ടിരിക്കുകയാണ്. ഹായ്, താങ്ക് യു. ആർ യു ഫ്രം ഇന്ത്യ? ഹായ്. നോ 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 നോ, ഐ വിൽ നോട്ട് ടേക്ക്. ഇതെല്ലാം സുവനീർ ഷോപ്സ് ഉണ്ട്. എന്താണ് ഇവരുടെ പ്രോബ്ലം എന്ന് അറിയില്ല കേട്ടോ. നമ്മൾ വീഡിയോയ്ക്ക് ക്യാമറ അങ്ങോട്ട് തിരിക്കോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരൊട്ടന്നെ ചൂടാവുകയാണ്, എടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും റിഫ്യൂസ് ചെയ്യാം, എന്താണെന്ന് അറിയില്ല. ഇവിടെ നിന്നാണ് ടൂർ എഫിൽ. നമുക്ക് പുറത്തുകൂടി പോകാം, ആൾക്കാരെല്ലാം പുറത്തുകൂടി നടന്നു പോകുന്നുണ്ട്. ടിക്കറ്റ്സ്, ബസ്സിൻ്റെ ടിക്കറ്റ് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ടൂർ ബസ് ഇവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യണം. ഇവിടെ ബ്ലാക്ക് മാൻസ് ആണ്. നമ്മൾ അവിടെയൊക്കെ കണ്ടത് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം അവിടെയെല്ലാം ബംഗ്ലാദേശികളായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം കറുപ്പന്മാരാണ്. ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Which way to Eiffel Tower? Then നമ്മൾ ഈ വേ ആയിരിക്കും. Yeah, can close the road. ഓ, സോ മെനി ബസ്സസ് ഉണ്ടല്ലോ. സിറ്റി ടൂറിന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും പണിയിട്ടൊന്നാണ് തോന്നുന്നത്. അതായത് നല്ല തണുപ്പുണ്ട്, തണുപ്പ് കാറ്റ് മുഖത്ത് ബസ്സിൽ നിന്ന് കയറി അടിച്ചു കഴിഞ്ഞാൽ പണിയും കിട്ടും. നമ്മൾ
കയറിയാലും റൂഫിലേ ഇരിക്കുള്ളൂ. റൂഫിലിരിക്കുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടാവും. ആ കാണുന്ന ഒരു പാർക്കാണ് കേട്ടോ. അവിടെ ഇങ്ങോട്ട് ഈ റോഡിൻ്റെ അപ്പുറത്ത് പാർക്കാണ് കാണുന്നത്. ഇവിടെ ശരിക്കും ജനങ്ങൾ വരുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇവിടെ ഭയങ്കര ചീറ്റിംഗ് ഉണ്ട്, എല്ലാ രീതിയിലും ചീറ്റിങ് അതുണ്ട് കേട്ടോ. ചീറ്റേഴ്സ്, ഭയങ്കര ചീറ്റേഴ്സ്. നമ്മൾ ഏത് രാജ്യത്തു നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് നമ്മളെ കൈയൊക്കെ തന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കും. പക്ഷെ അവർ റിയലി ചീറ്റേഴ്സാണ്. ഞാനിപ്പോൾ ഐ എം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ ഉടനെ അവൻ വന്നിട്ട് എനിക്ക് ഷേക്ക് ഹാൻഡൊക്കെ തന്നു. പക്ഷേ അവർ റിയലി ചീറ്റേഴ്സാണ് ഈ കാണുന്നത്. ബസ് നിറച്ച ആൾ കയറിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ബസ്സിൽ ആളുണ്ട്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആരുമില്ല. താഴത്ത് മേളിലാണ് മൊത്തം ആൾക്കാരും കയറിയിരിക്കുന്നത്. അയ്യോ, ഇത് ഇവിടെ കയറുന്ന ഭാഗത്ത് എല്ലാം കറുപ്പന്മാരെ കൊണ്ട് ഒരു 5 കളിയാണ്. നമ്മള് ടവറിന്റെ ഏറ്റവും അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ വേറൊരു രാജ്യക്കാരില്ല കച്ചവടം ചെയ്യാൻ കേട്ടോ. ഒറ്റ യുവമാരാണ് കച്ചവടം ചെയ്യുന്നത്. ഈഫൽ ടവർ. ഈഫൽ ടവർ ഫൈനലി നമ്മൾ എത്തിച്ചേർന്നു. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും നമ്മൾ ആരുടെടുത്തും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആ ക്യാമറയും കൊണ്ട് അവന്മാർ പോകും. പിന്നെ വിദേശികളുടെ അടുത്ത് കുഴപ്പമില്ല, ടൂറിസ്റ്റുകളുടെ അടുത്ത് കൊടുക്കാം. നല്ല ഇതാണ്, ക്ലൈമറ്റ് ഭയങ്കര ക്ലൗഡിയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം അതിന് മേളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കത് കാണാനും പറ്റില്ല. എന്തായാലും നോക്കാം കേട്ടോ, എത്രയാണ് അതിൻ്റെ ടിക്കറ്റ്സ് റേറ്റ് എന്ന് നോക്കാം. ഇപ്പോഴെങ്ങനെ കയറാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അത് എനിക്ക് തോന്നുന്നത് കൂടുതൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അങ്ങോട്ടുള്ള പ്ലാൻസ് എല്ലാം റെഡിയാവാൻ ചാൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ 2 ദിവസം ഇവിടെ ഈ സിറ്റിയിലുള്ളൂ കേട്ടോ, പാരീസ് സിറ്റിയിൽ. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. ഫേസ് തന്നെ കാണാൻ പറ്റുമെന്ന് തോന്നില്ല. ഈഫൽ ടവറിന്റെ മുന്നിലാണ് ഞാനുള്ളത് ഇപ്പോൾ. ഇതാണ് ഈഫൽ ടവർ. ഇതിൽ കൂടുതൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൽ കൂടുതൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ മേളിലോട്ട് കാണാൻ പറ്റില്ല. എന്തായാലും ഈഫൽ ടവറിന്റെ അടുത്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഭയങ്കര ഉടായ്പ കേട്ടോ. ഇവിടെ പല രീതിയിലുള്ള ഒരു ഇന്ത്യക്കാരി ലേഡി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഞാനൊരു ഓർഫനേജിൻ്റെ ആളാണ്, നിങ്ങൾ ഇവിടെ ഒന്ന് ഒരു സൈൻ ചെയ്ത് പേരെഴുതി ഒന്ന് സൈൻ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ പറഞ്ഞു, നീ സൈൻ ചെയ്തില്ലേ, എനിക്കൊരു പൈസ കാണും. എന്തൊക്കെ ഉടായ്പ.